പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. പിന്നെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ ചാനൽ വഴി ദൈവിക സന്ദേശം ഒരുമിച്ച് പങ്കിടുവാൻ കർത്താവിനാൽ ഒരുക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് വീണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച പ്രഭാത ചിന്തകളുടെ ബാക്കി ഭാഗം നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ കർത്താവിനാൽ ഒരുക്കപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിലും നമ്മൾ കേൾക്കുന്ന പ്രഭാത സന്ദേശം നമ്മുടെയൊക്കെ ജീവിതത്തിന് ആനന്ദകരമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ആ ഭാഗത്ത് ഊന്നൽ കൊടുത്ത് പറയുന്നൊരു പദമാണ് പരീക്ഷ എന്ന പദം. അപ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ പരീക്ഷയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ദൈവം പരീക്ഷകളാൽ ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല. ദൈവത്തിനൊരിക്കലും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല നമ്മളെ ദോഷങ്ങളിലേക്ക്, തിന്മകളിലേക്ക് കടത്തിവിടുക എന്ന് പറയുന്നത്. യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം അവൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന യഹോവയുടെ അരുളപ്പാട്. അതുപോലെ തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും, ഓരോ സമയങ്ങളിലും നാം ഒരിക്കലും ദൈവത്തോട് പിറുപിറുക്കുന്നവരാകരുത്. ദൈവം നമ്മെ ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു കർത്താവിനെ അല്ല നാം സേവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു പദം, അതിൻ്റെ 1-ാം അധ്യായം 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം തിന്മകളാൽ നമ്മെ പരീക്ഷിക്കുന്നില്ല ദൈവം. പിന്നെ എന്താണ് ഈ ശോധനയും വേദനയും തിക്താനുഭവങ്ങളൊക്കെ കടന്നു വരുന്നത്? അതിൻ്റെ കാര്യകാരണ സഹിതം ഞാൻ വിവരിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, 1-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ 2 പ്രധാനപ്പെട്ട പദങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മോഹം, 2 പാപം. 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്ന് വേദപുസ്തകത്തിൽ നാം കാണും. ഈ ചിന്ത വെച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം, ഏദനിൽ പാപരഹിതമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിലും അവൻ പാപിയായി തീർന്നു. പിശാചിൻ്റെ അടിമത്വത്തിലേക്ക് അവൻ മാറ്റപ്പെട്ടു. തൽഫലമായി ഉണ്ടായ തിക്താനുഭവങ്ങൾ, ദ കോൺസിക്വൻസ് എന്ന് പറയുന്നത് വളരെ ഭയാനകമായ ഒന്നാണ്. പാപത്തിലേക്ക് മനുഷ്യൻ വഴുതി വീഴുന്നു. പാപത്തിൽ നിന്ന് മരണത്തിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുകയാണ്. അങ്ങനെ പാപം കൊണ്ട് തുടരുന്ന ഒന്ന് മരണം കൊണ്ട് അവസാനിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പ്രലോഭനം ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല, മറിച്ച് പിശാചിൽ നിന്നാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ആകയാൽ നാം ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ ഒരു വിഷയം, എപ്പോഴും മോഹം അത് ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുകയാണ്. പാപത്തിൻ്റെ പരിണിത ഫലമായി മനുഷ്യൻ വേദനകളിലേക്കും യാതനകളിലേക്കും മാറ്റപ്പെടുകയാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അപ്പോൾ വേദന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് പാപത്തിൻ്റെ ആസക്തിയിൽ നിന്നും ലഭിക്കപ്പെടുന്ന ഒന്നാണ്. മനുഷ്യൻ പാപം ചെയ്യുവാൻ, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുവാൻ ആഗ്രഹിച്ച് മുൻപോട്ട് ഓടുമ്പോൾ അവന് ലഭിക്കപ്പെടുന്ന ആ പാപത്തിൻ്റെ ശമ്പളമാണ് പറയപ്പെട്ടവയല്ല. ആകയാൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് നാം ദൈവത്തെ പഴിചാരിയിട്ടോ ദൈവത്തോട് പിറുപിറുത്തിട്ടോ കാര്യമില്ല. നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന നേട്ടങ്ങളും നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ആ പ്രതിഫലവും കൈപ്പറ്റണമെങ്കിൽ സകല പാപവും സകല ഭാരവും നമ്മെ മുറുകെ പറ്റുന്ന സകല പാപവും വിട്ട് നാം ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ പറഞ്ഞ ഈ ഭാഗം ഇവിടെ വിടുകയാണ്. നമ്മുടെ പ്രലോഭനത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് പാപമാണ് എന്ന് യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ എല്ലാ നല്ല ദാനവും തികഞ്ഞ എല്ലാ വരവും ഉയരത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ തിന്മ, വേദന, രോഗം ഇതെല്ലാം പാപത്തിൻ്റെ ആസക്തിയിൽ നിന്നാണെങ്കിൽ ദൈവത്തെ നിർണയമായി വിളിച്ച് അപേക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന, ദൈവത്തെ മുറുകെ പറ്റുന്ന സകല പ്രിയപ്പെട്ടവർക്കും എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവുമൊക്കെ സ്വർഗത്തിൽ നിന്ന് നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. ആകയാൽ ആ നല്ല ദൈവത്തെ നമുക്ക് നല്ല മനസ്സോടെ പിന്തുടരാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് ആൻമോയ.